പണ്ടത്തെ പോലെ ഇവിടെയും അർജയ നിന്റെ ഫോൺ അടിക്കുന്നു. ഹരിദാസ് ഏത് വായി നോക്കിയാണോ എന്തോ. ആ ഹരിദാസേ, രാവിലെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, കുറച്ച് തിരക്കിലായിപ്പോയി. ആണോ? അത് നന്നായി. ഹരിദാസ് അവിടെ ഉള്ളതാ എൻ്റെ ഒരു ആശ്വാസം. അല്ല, ഞാൻ കഷ്ടപ്പെട്ടു പോയേനെ. അതിനെന്താ, ചെലവ് ചെയ്യാലോ. ഇന്ന് നമുക്ക് ഒരുമിച്ച് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. ശരി. എന്റെ കാമുകൻ സത്യേട്ടാ. സത്യന്റെ മുന്നിൽ ഇന്നിങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിൽ രഹസ്യമൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാലോ. ഇത് പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് ഹരിദാസാ. അയാള് കൂടെ ഉള്ളതാ എൻ്റെ ഒരു ആശ്വാസം. അതെന്താ ആശ്വാസം? സത്യേട്ടാ, ആളുകൾ പല ആവശ്യങ്ങളുമായിട്ട് എന്നെ കാണാൻ വരും. അവരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടാ നമ്മുടെ അല്ലേ ഉദ്യോഗസ്ഥര് പല മുടന്ന ന്യായങ്ങളും പറയും. അവസാനം ചീത്തപ്പേര് മുഴുവൻ എനിക്കും. ഈ ഹരിദാസ് അവിടെ ഉള്ളപ്പോ അവൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പറും ഉദ്യോഗസ്ഥനായിട്ട് അതിര് കടന്നൊരു സൗഹൃദം അത്ര നല്ലതല്ല. അതിര് കടന്നില്ലല്ലോ. ഇങ്ങനെ പതിയെ പതിയെ തന്നെയാണ് അതിര് കടക്കുന്നത്. സത്യേട്ടാ, സത്യേട്ടൻ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ സംശയിച്ച് സത്യേട്ടൻ അവസാനം ഭ്രാന്ത് പിടിക്കും. അങ്ങനെ പിടിക്കാതിരിക്കണമെങ്കിൽ നീ മാന്യമായിട്ട് പെരുമാറണം. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ആ ഹരിദാസായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകേണ്ട കാര്യം എന്താ? നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കില്ല? എന്ത് വിചാരിക്കാൻ? നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്ന അത്ര വൃത്തിയായിട്ട കാര്യമാണോ? അല്ലെങ്കിൽ നിനക്ക് എന്തിനും ന്യായം ഉണ്ടല്ലോ. ഏതാ അടുത്ത കുരിശ്? എല്ലാത്തിനും ആവശ്യത്തിലധികം കുരിശുണ്ട്. ഹലോ, സത്യപാലൻ സാറല്ലേ? അതെ, ആരാണ്? ഞാൻ കനകവാ. കനകോ? ഏത് കനകം? അതെന്താ സാറേ ഇത്ര പെട്ടെന്ന് സാർ എന്നെ മറന്നോ? ഇതാ ഈ പോലീസുകാരുടെ കുഴപ്പം, എല്ലാം പെട്ടെന്ന് മറക്കും. അതെ, എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാണ്? സാറേ, ഞാൻ കനകവാ. ഏത് കനകം? അത് കൊള്ളാം. കഴിഞ്ഞ ആഴ്ച സാറ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. അന്നേരം ചക്കരെ പഞ്ചാര എന്നൊക്കെയല്ലേ വിളിച്ചത്. ഇപ്പൊ എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഇങ്ങനാ, കാര്യം കഴിയുമ്പോ ഒക്കെ മറക്കും. എന്ത് കാര്യം കഴിഞ്ഞു? അതിന് ഞാൻ പറയണോ? ഇനി എന്നാ സാറേ നമ്മൾ തമ്മിൽ കാണുന്നേ? എന്തിനു? കൊള്ളാം, അത് ഞാൻ ഇനി പറയണോ? സാറ് സ്ഥലവും സമയവും ഒക്കെ നിശ്ചയിച്ചോ? ഞാൻ വരാം. ഹലോ ഹലോ, ഏത് കുരിശാണോ? സത്യേട്ടാ, ചായ. ആരാ സത്യേട്ടാ വിളിച്ചത്? അതെ, പിന്നെ കനകം. അതെ, കനകാംബരനെ, CPO. എന്നിട്ട് നമ്പർ പരിചയമില്ലെന്നാണല്ലോ സത്യേട്ടൻ പറഞ്ഞത്. അത് അവന് കുറെ നമ്പറുണ്ട്. ഇത് വേറെ പുതിയ നമ്പറിൽ നിന്ന് വിളിച്ച. ആ, അങ്ങനെ ഒരുപാട് നമ്പർ ഉള്ളത് നല്ലതല്ല. അല്ല, ഞാൻ കനകാംബരന്റെ കാര്യമാ പറഞ്ഞത്. ശരി എന്നാ. ഹലോ സാറേ, ഞാനാ കനകം. ആരാടി നീ? എന്താ നിന്റെ ഉദ്ദേശം? ഇതെന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? മാന്യമായിട്ട് കഴിയണവരെ നീ ഫോൺ വിളിച്ച് കളിയാക്കാം. ഞാനൊരു പോലീസുകാരനാണ്. നിന്റെ പൊടി പോലും ബാക്കിയാണില്ല കേട്ടോ. ഇത് കഷ്ടാട്ടോ സാറേ, ഇത്ര പെട്ടെന്ന് എന്നെ മടുത്തോ? പെണ്ണുപിള്ള, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 1 മിനിറ്റ് മതി. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചവിട്ടി നിന്റെ നട്ടലിയാൻ ഓടിക്കാൻ വേണം. സാറേ ഇത്, അതെ, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. നേരിട്ട് സംസാരിക്കുമ്പോ പ്രശ്നമൊക്കെ തീരും. പാടി, നീ സ്റ്റേഷനിലോട്ട് വാ. നിന്റെ അവസാനത്തെ വരവായിരിക്കും അത്. ഞങ്ങളെ പോലീസുകാരുടെ സ്വഭാവം നിനക്ക് അറിയില്ല കേട്ടാ. സത്യേട്ടാ, ഇതെന്താ ഇത്? ഇത് സത്യന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ആരാ ഈ കനകം? കനകോ? എനിക്കറിയില്ല. ഇത് അവൾ എഴുതിയ കത്താ. എന്റെ പ്രിയപ്പെട്ട സാർ, സാറിനെ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും എനിക്കൊരു വർഷം പോലെയാണ്. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി.
കഴിഞ്ഞ തവണ കണ്ടു പിരിഞ്ഞതിൽ പിന്നെ സാറിനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ഞാൻ സാറിനെ. ഇനി നമ്മൾ എന്ന് കാണും? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരട്ടെ, അവിടെ ആകുമ്പോ പ്രശ്നമില്ലല്ലോ. വീട്ടിൽ വന്നാലല്ലേ ആ ഉണ്ണിയാർച്ച എന്ന് യക്ഷി നമ്മുടെ ബന്ധം കണ്ടുപിടിക്കൂ. അവളൊന്ന് തുലഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് ഒന്നാവാമായിരുന്നു. എപ്പോഴും സാറിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം കനകം. സത്യം പറ, ആരെവിടെ? എനിക്കറിയില്ല. പിന്നെ എങ്ങനെ ഈ കത്ത് സത്യമായിട്ട് പോക്കറ്റിൽ വന്നു? എന്തൊക്കാ? നേരത്തെ ആരാ നിങ്ങളെ വിളിച്ചത്? ആ കനാമ്പനാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. അല്ല, എനിക്കറിയാം, അത് അവളാ. ആർച്ച, എനിക്ക് സത്യമായിട്ട് അറിയില്ല. സത്യമായിട്ട് ഒന്നും പറയണ്ട. വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് രഹസ്യബന്ധം ഉണ്ടാക്കിയിട്ട് അത് ഒളിച്ചു വയ്ക്കാൻ എന്റെ പുറകെ നടക്കുന്നു. സംശയം മുഴുവൻ എന്നെ. അയ്യോ, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഓ, പുറമെ മാന്യൻ സത്യസന്ധൻ, കയ്യിലിരിപ്പാണെങ്കിൽ ഇതും. പറ, എത്ര നാളായി ഇവളുമായിട്ട് രഹസ്യബന്ധം തുടങ്ങിയിട്ട്? എനിക്കത് അറിയണം. എന്റെ ആർച്ച, എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. സത്യം. സത്യട്ടാ, സത്യാവസ്ഥ അറിയുന്നവരെ നിങ്ങളോട് ഞാൻ ഈ ഒരു അക്ഷരം മിണ്ടില്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിന്റെ സത്യാവസ്ഥ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ മോളെയും കുട്ടി എന്റെ വീട്ടിൽ പോകും. ആർച്ചേ, മിണ്ടരുത്, വൃത്തികെട്ട മനുഷ്യൻ. സാർ എന്നാ വർത്താനം സാറേ പറഞ്ഞു? സാറിന്റെ പോക്കറ്റിൽ നിന്ന് പ്രേമലേഖനം കിട്ടിയിരുന്നു. അതാ പവിത്ര ഞാൻ പറയണം. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്റെ പോക്കറ്റിൽ അതെങ്ങനെ വന്നു? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാറിന്റെ പോക്കറ്റിൽ സാർ അറിയാതെ പ്രേമലേഖനം വരിക, ഇത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ശരിയല്ല പവിത്ര, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. പിന്നെ വരെ ഒരു പെണ്ണിനും പ്രേമലേഖനം എഴുതിയിട്ടില്ല ഞാൻ. എന്റെ ആർച്ചയ്ക്ക് പോലും എഴുതിയിട്ടില്ല. പിന്നെയാണ് ഞാൻ എഴുതാൻ നിൽക്കണം. ഇനി വല്ല കൂടോത്രമാണെങ്കിലും. എന്ത് കൂടോത്രം? സംഭവം എന്റെ പോക്കറ്റിൽ കിടന്നു, ഞാനത് കണ്ടു, ഞാനത് വായിക്കുകയും ചെയ്തു. ഏതോ സ്ത്രീ എഴുതിയതാ. അതെങ്ങനെ മനസ്സിലായി? കൈയക്ഷരം കണ്ടാൽ അറിയാം അത് പെണ്ണുങ്ങളുടെ ആരുടെയാണ്. ഇതെല്ലാം പോരായിട്ടാണ് അവളുടെ ഫോൺ വിളി. അത് ശരി, ഫോണും വിളിച്ചോ? എന്നിട്ട് എന്താ പറഞ്ഞു? പറയല്ലോ, കൊഞ്ചയും കുഴയും ചെയ്യില്ലേ. എനിക്ക് ഒന്നാമത് ഈ പെണ്ണുങ്ങളുടെ കൊഞ്ചലും കുഴയിലും ഇഷ്ടമില്ല. സാറേ, ഞാനൊരു കാര്യം, ആ പുള്ളിക്കാരി വിളിച്ച സമയത്ത് ഈ പുള്ളിക്കാരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കത് ആരാണെന്ന് മനസ്സിലായി. ഞാനത് കുറേയൊക്കെ ആലോചിച്ചു, പക്ഷെ ഒരു പിടിയും കിട്ടണില്ല. പക്ഷെ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നുള്ള ആരുമാണ്. സാറേ, അങ്ങനെയാണെങ്കിൽ ചിലപ്പം ശബ്ദം മാറ്റി വിളിച്ചതാണെങ്കിലോ? കാരണം ഇപ്പോഴത്തെ ഫോണിനകത്ത് അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടെന്ന്. സാർ അവരുടെ പേര് ചോദിച്ചാൽ? ചോദിക്കണതിന് മുന്നേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു. പേര് പറഞ്ഞു? ആ, പേരെന്തോ? പേര് പറയാ. കനകം. കനകം. കനകം എന്ന് പേരുള്ള ഒരു പെണ്ണ് ഈ പഞ്ചായത്തിലുള്ളതായിട്ട് എനിക്ക് അറിവില്ലല്ലോ. അയ്യോ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അല്ല, ഈ പഞ്ചായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ വീടുകളിൽ ഞാൻ ചെന്ന് കയറാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കനകം എന്ന് പേരുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പം എന്തായാലും ആകെ കുഴപ്പമായിട്ടിരിക്കുക. ആർച്ചയാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. സ്വന്തം ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പ്രേമലേഖനം കിട്ടിയ പെണ്ണുമ്പിള്ള പിന്നെ പിടിച്ച് ഉമ്മ പോകുമോ? പവിത്ര, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ അതിന് നീ ഒരു വഴി പറയും. ഇതിപ്പോ ഞാൻ എന്നാ പറഞ്ഞു തരാനാ? സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ പഞ്ചായത്തിലെ ആകെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 20,000 പേരാണ്. അതിന്റെ പകുതി പെണ്ണുങ്ങൾ. 20 വയസ്സിന് മേലോട്ടുള്ളതും 50 വയസ്സിന് താഴോട്ടുള്ള പെണ്ണുങ്ങളെ നോക്കിയാൽ മൊത്തം 5,000 പേര് കാണും. പക്ഷെ ഈ 5,000-ത്തിനകത്ത് കനകമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പവിത്ര? ഇത് എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. സ്ഥലം എസ് ഐ ആയ സാറിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംശയം തോന്നി അവളോട് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? അവളുമാരി ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും. കാലം അങ്ങനത്തെ. ഇപ്പോ ഈ കട്ടയിലാണല്ലോ സാറേ ഉറുമ്പരിച്ചിരിക്കുന്നേ. സ്ഥലം എസ് ഐയുടെ പോക്കറ്റിൽ പ്രേമലേഖനം കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ അവള് ചില്ലറക്കാരിയല്ല. സാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? സാർ ഒരു സ്ഥലം എസ് ഐ അല്ലേ? അതാണ് നിന്റെ സംശയം? ഞാൻ പറയട്ടെന്ന്. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ഥലം എസ് ഐക്ക് പ്രേമലേഖനം എഴുതണമെന്നുണ്ടെങ്കിൽ അവൾ ഒരു പുലിയാ. പുലിയായാലും പൂച്ചയായാലും എന്റെ കാര്യം തീരുമാനമായില്ലേ? പറയട്ടെ സാറേ. രണ്ടാമത്തെ കാര്യം, സാറിനെ അവൾക്ക് നല്ല പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ചുരുക്കം പറഞ്ഞാൽ സാറിനെ വളരെ അടുത്തറിയാവുന്ന ഒരു പെണ്ണ്, പോലീസുകാരന്റെ പോക്കറ്റിൽ കത്തിടാൻ ധൈര്യമുള്ളൊരുത്തി. ശരിയല്ലേ? മൂന്നാമത്തെ കാര്യം, സാറിന്റെ യൂണിഫോമിന്റെ പോക്കറ്റിൽ നിന്നല്ലേ ഈ കത്ത് കിട്ടിയത്? അതെ. അതായത്
ഈ കത്ത് സാറിന്റെ പോക്കറ്റിൽ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. ഈ സ്റ്റേഷനിൽ എത്ര സ്ത്രീകളുണ്ട്? 6 പേര്. എങ്കിൽ ഈ 6 പേരിൽ ഒരാളാണ് യഥാർത്ഥ പ്രതി. സാറേ, കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്. ഈ ലെറ്റർ എഴുതിയ പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് ഇനി കണ്ടുപിടിച്ചാൽ മതി. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സോണലതേ? ഈ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. നമുക്ക് സ്ഥലം മാറ്റം ഉണ്ടാവോ സാറേ? നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അല്ല, എനിക്ക് ഈ സ്റ്റേഷനും ഇവിടുത്തെ ആൾക്കാരും സാറിനെയൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതിനിടയിൽ ഒരു ട്രാൻസ്ഫർ ഒക്കെ കിട്ടിയാൽ കഷ്ടമാവും സാറേ. പിന്നെ സാറിന് ട്രാൻസ്ഫർ കിട്ടുന്ന സ്ഥലത്തേക്കാണ് എനിക്കും ട്രാൻസ്ഫർ എങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വല്ല മുരടെ SIമാരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. സാറാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. സാറിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സാറേ. എന്താ സാറേ? കിട്ടി പവിത്ര, ആളെ പിടി. വലിയ പോലീസുകാരനായിട്ട് സാറിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം ഞാനല്ലേ കണ്ടുപിടിച്ചത്. എന്നെ സമ്മതിക്കണം. ആളാരാ? അതൊക്കെ പറയാം. അതിനു മുമ്പേ ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവിടുത്തെ പോലെ ഇവിടെയും നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് എന്താ കാര്യം? ഇത് മറ്റുള്ള ജോലികളെ പോലെയല്ല, കുറച്ചൊക്കെ ഉത്തരവാദിത്ത ബോധം വേണം. എന്റെ പൊന്നു സാറേ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിച്ചേരാ. ഇനി അതുണ്ടാവില്ല. ഇന്ന് വൈകുന്നേരത്തിനകത്ത് എല്ലാം ശരിയാക്കിയിരിക്കും. ഇതെന്റെ വാക്കാ. പൂക്കുഞ്ഞേ, നിങ്ങൾ ഈ കനകാംബരന്റെ കൂടെ നടന്ന് നിങ്ങളുടെ ഭാവി കൂടെ ചീത്തയാക്കരുത്. പുള്ളിയാണെങ്കിൽ എങ്ങനെ ജോലി ചെയ്യാതെ ജീവിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ആളാ. എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിനും കുറ്റം പറയാൻ തുടങ്ങിയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ജോലിക്കാരൻ. ആ സത്യപാലൻ സാറിനെ കണ്ടുപഠിക്കണം. അങ്ങനെ ആയിരിക്കണം പോലീസുകാരൻ. പോലീസുകാരൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പോകുന്നേ അതെയോ? ഒന്ന് മാറൂ. സാറിന് പോലും ഇപ്പൊ നിങ്ങളെ വേണ്ട. നീ വീട്ടിലോട്ട് വാടി. നിന്റെ ആദ്യ പ്രസംഗം ഞാൻ നിർത്തി തരാം. സർ, പോകുന്നേ. എനിക്ക് തന്നോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും ചോദിച്ചറിയാനുണ്ട്. ചോദിക്കണം സാർ. ചിലരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ താൻ സത്യം മാത്രമേ പറയാവൂ. സത്യം മാത്രമേ പറയുള്ളൂ സാർ. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം പുറത്ത് വേറൊരാൾ അറിയാനും പാടില്ല. കൊന്നാലും അറിയില്ല സാർ. ഈ സ്റ്റേഷനിലുള്ളവരെ പറ്റി തൻ്റെ അഭിപ്രായം എന്താ? അങ്ങനെ ചോദിച്ചാ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവരുടെയൊക്കെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അതൊക്കെ എങ്ങനെ? സാറിന് അറിയാവുന്ന പോലെ എനിക്ക് അറിയാവൂ സാർ. അതല്ലടോ, ഞാൻ SI അല്ലേ. ഞാൻ അറിയാത്ത പല രഹസ്യങ്ങളും നിങ്ങളുടെ ഇടയിൽ കാണുമല്ലോ. നിങ്ങളൊക്കെ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവരല്ലേ. അല്ല സാർ, എന്ത് രഹസ്യമാണ് ഉദ്ദേശിക്കുന്നത്? എടോ, അറിയാൻ പിന്നെ തന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എടോ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അപ്പോൾ വെറുതെ ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുക, നമ്മുടെ ഈ സ്വർണ്ണലതയുണ്ടല്ലോ SI, അവരുടെ ക്യാരക്ടർ എങ്ങനെയാ? സാറ് നന്നായിട്ട് ജോലി ചെയ്യും, 10 പൈസ കൈക്കൂലി വാങ്ങിക്കൂല, പെണ്ണുങ്ങളുടെ കാര്യത്തിലെല്ലാം പെട്ടെന്ന് കയറി ഇടപെടും. പക്ഷേ 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 ഭയങ്കര മുൻദേഷ്യമാണ് സാറ്. സാർ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ കനകാംബരനും കൂടെ വരട്ട്. എന്റെ കാര്യം വിട്. പക്ഷേ കനകാംബരൻ അങ്ങനെയാണോ? സ്വന്തം ഭർത്താവല്ലേ, ഇങ്ങനെ വരട്ടാൻ പാടുണ്ടോ സാറേ? ഈ കനകാംബരനും സ്വർണ്ണലതയും തമ്മിൽ എങ്ങനാ? കീരിയും പാമ്പുമാണ് സാറേ. അവർ ASI ആയതുകൊണ്ട് മാത്രമാണ് കനകാംബരം ഒരു അക്ഷരം ഉണ്ടാത്തത്. അല്ല, ഇവര് വീട്ടിലെങ്ങനെയാണ്? ഇവിടെ കിട്ടുന്ന ചീത്ത മൊത്തം കനകാംബരം അവിടെ തീർക്കും. അപ്പോൾ അവിടെയും വഴക്ക്, ഇവിടെയും വഴക്ക്. അതെ, അല്ല അങ്ങനെയാണ് കനകാംബരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് സാർ. ഈ കനകാംബരനോട് സ്വർണ്ണലതയ്ക്ക് ഇത്ര ദേഷ്യം ഉണ്ടാവുള്ള കാര്യം എന്താണോ? അവർ ASI ആണല്ലോ സാറേ, അതിൻ്റെ അഹങ്കാരമാണ്. അതാണോ? അതോ ഇനി ഈ സ്വർണ്ണലതയ്ക്ക് വേറെ ആരെങ്കിലുമായിട്ട് വല്ല അടുപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ? അടുപ്പമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം അങ്ങനെയല്ലേ. പല സ്ത്രീകൾക്കും ഭർത്താവ് അറിയാതെ മറ്റു പുരുഷന്മാരുമായിട്ട് അടുപ്പവും പ്രണയമൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ? എന്നാൽ നമുക്ക് അവരോട് ചോദിക്കാം സാർ. ബെസ്റ്റ്. ഇവിടെ തന്നെ ആരോടെ പോലീസിലെടുത്തേ? ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അവർക്ക് അങ്ങനെ മറ്റാരോടെങ്കിലും വല്ല അടുപ്പം ഉണ്ടോ എന്ന് രഹസ്യമായിട്ട് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറയും. ഒരു ഐഡിയ. നമുക്ക് കനകാംബരനോട് ചോദിക്കാം. കൊള്ളാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടോ എന്ന് സ്വന്തം ഭർത്താവിനോട് ചോദിക്കാം അല്ലേ? അതിൻ്റെ ഈ സൈസ് ഐഡിയ വല്ലതും ഇനി ഉണ്ടോ? എൻ്റെ ഇല്ല സാർ. എടോ, ഈ സ്വർണ്ണലതയെ
ആരെ പറ്റിയെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കുകയോ ആരോടെങ്കിലും സ്നേഹത്തോടെ നോക്കുകയോ ആരെങ്കിലും പറ്റി പോഴ്ത്തി പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതുകൊണ്ട് സാർ പറയ് ആരാ? സാറിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. ഭയങ്കര അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിപ്രായമാണ്. അവരുടെ പെരുമാറ്റത്തിലേ വഴിവിട്ടൊരു പ്രണയത്തിന്റെ ലക്ഷണം വല്ലതും തനിക്ക് തോന്നുന്നുണ്ടോ? സാറേ, ഞാൻ പോലീസാണ്, സൈക്കാട്രിസ്റ്റ് അല്ല. കൊള്ളാം. സ്വന്തം മൂക്കിന്റെ താഴെ കിടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിഞ്ഞിടാതെ താൻ എവിടുത്തെ പോലീസാണ്? താൻ ചെല്ലു. എന്നിട്ട് ആ സ്വർണ്ണലത അങ്ങോട്ട് വരാൻ പറയും. സാർ, സാറിനെ സത്യപാൽ സാർ വിളിക്കുന്നു. ഓ ഹാ, പെട്ടെന്നൊന്ന് നോക്കി തീർക്കണം. എൻ്റെ അടുത്താ? അല്ല, ഇവിടെയാ. തീർത്താലും തീർത്തില്ലെങ്കിലും വൈകുന്നേരം 5 മണിയാകുമ്പോ ഞാൻ അങ്ങ് പോവും. അവസാനം ഒറ്റയ്ക്ക് നിന്ന് നോക്കേണ്ടി വരും. കനകാംബര, എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താണെന്ന് വ്യക്തമായിട്ട് സാറ് പറഞ്ഞില്ല, പക്ഷെ എന്തോ മനസ്സിൽ വെച്ച് സംസാരിച്ച് ആ സർ, സ്വർണ്ണലത ഇരിക്കും. വേണ്ട സർ, ഞാൻ നിന്നോളാം. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സ്വർണ്ണലതയോട് ചോദിച്ചറിയാനുണ്ട്. അപ്പം ഇച്ചിരി സമയമെടുക്കും. കുഴപ്പമില്ല. സ്വർണ്ണലത ഏത് ക്ലാസ് വരെ മലയാളം പഠിച്ചു? 10ാം ക്ലാസ് വരെ. ആ, ഈ സ്വർണത്തിന് കനകം എന്നൊരു അർത്ഥമുണ്ടല്ലേ? ഉണ്ട് സർ. അപ്പോൾ സ്വർണ്ണലത എന്ന് പറഞ്ഞാൽ നമുക്ക് കനകലത എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? ഞാൻ പറഞ്ഞത് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ കനകലതയെ വിളിപ്പിച്ചതേ അല്ല സ്വർണ്ണലതയെ വിളിച്ചതേ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ. എന്താ സർ? ഈ എൻ്റെ സുഹൃത്ത് സർക്കാർ ഉദ്യോഗസ്ഥൻ, വളരെ സത്യസന്ധൻ, മാന്യൻ, ഭാര്യയും കുട്ടിയും കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോണ ഒരാൾ. അപ്പം അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അയാളുടെ കീഴുദ്യോഗസ്ഥയാണ്. അവരും കല്യാണം കഴിഞ്ഞതാ. അവർക്ക് എൻ്റെ സുഹൃത്തിനോട് പ്രേമം. ആണോ? ആ, ഈ അവനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഒരു കത്തെഴുതി കൊടുത്തേ. എന്നിട്ട് എൻ്റെ കൂട്ടുകാരനെ കുടുംബമൊക്കെ ആയിട്ട് കഴിയണല്ലേ, അപ്പം ആള് ഭയങ്കര ടെൻഷനില്ല. അതിനെന്താ, ഭാര്യ അറിയാതെ നോക്കിയാ പോരെ? സാറേ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഭർത്താവുള്ള സ്ത്രീകൾ വേറെ പുരുഷന്മാരെ പ്രേമിക്കുന്നു, ഭാര്യമാരുള്ള പുരുഷന്മാർ വേറെ സ്ത്രീകളെ പ്രേമിക്കുന്നു. ഇതാണോ ഇത്ര വലിയ പ്രശ്നമായിട്ട് സാറ് പറയുന്നേ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? സാറേ, ശരിയും തെറ്റും ഒക്കെ നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. അയാൾക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നങ്ങ് പറയണം. ഇഷ്ടമല്ലെങ്കിലോ? വിട്ടേക്കണം. ആ സ്ത്രീ വീണ്ടും കത്തെഴുതിയാലോ? കത്തെഴുതുന്നതൊക്കെ അവരുടെ സൗകര്യമല്ലേ സാറേ. കത്തെഴുതിയെന്ന് വെച്ച് നമുക്ക് ഇനിയിപ്പോ കേസ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അയാളുടെ മനസ്സമാനം പോയില്ലേ? അത് അയാളുടെ വിധി. ഇമ്മാതിരി തോന്നിയ ദിവസമൊക്കെയാണ് സ്വർണ്ണലതയുടെ മനസ്സിൽ. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ സ്വർണ്ണലത നിയമം ന്യായം നടപ്പിലാക്കുന്ന ഒരു പോലീസുകാരെയാണെന്ന് ചിന്തിക്കണം. നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ സാധാരണക്കാരെങ്ങനെ ചിന്തിക്കും? അല്ല, സാറ് പറഞ്ഞ വിഷയത്തിൽ എന്റെ അഭിപ്രായം എന്നോട് ചോദിച്ചു, ഞാനത് പറഞ്ഞു, അത്രേ ഉള്ളൂ. സ്വർണ്ണലത, ഇത് തീക്കളിയാണ്. സാറേ, കുറച്ചൊക്കെ തീക്കളി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം സാറേ? രണ്ടും കൽപ്പിച്ചാണല്ലേ, എന്ത് ചെയ്യും? അവിടുത്തെ പോലെ ഇവിടെയും. ഹലോ, ആ ഉണ്ണിയാർച്ചയാ? നാളെയോ? ആ, നാളെ ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് വരില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ശരി. പ്രേമമൊക്കെ എവിടം വരെയായി? എൻ്റെ ആർച്ച, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്ന് വെച്ചാ എനിക്ക് ആരോടും പ്രേമമില്ല, ഒന്നുമില്ല. അപ്പൊ ഈ കത്തോ, രാവിലെ വന്ന ഫോൺ കോളോ? ആർച്ചേ, ആർക്കെങ്കിലും എന്നോട് പ്രേമം തോന്നി ഞാൻ എങ്ങനെ കുറ്റക്കാരനാവും? ഞാൻ അങ്ങോട്ട് പോയി ആരെങ്കിലും പ്രേമിച്ചാലല്ലേ ഞാൻ കുറ്റക്കാരനാവുള്ളൂ. സത്യേട്ടാ, സത്യേണ്ട ഒരു മനസ്സറിവില്ലാതെ ഒരു പെണ്ണ് സത്യേട്ടന് കത്തെഴുതിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് കിട്ടിയതോ സത്യേന്റെ പോക്കറ്റിൽ നിന്നും. അതെങ്ങനെ സത്യേന്റെ പോക്കറ്റ് വന്നു? കത്തെഴുതിയ ആളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. കണ്ടുപിടിച്ചോ? ആര്? ആ ASI സ്വർണ്ണലത. സ്വർണ്ണലതയോ? ആർച്ചേ, ഞാനൊരു പോലീസുകാരനാണ്. എനിക്കിതൊക്കെ കണ്ടുപിടിക്കാൻ നിസ്സാര സമയം മതി. എന്നാലും
ഈ സ്വർണ്ണലതയുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചു. എന്ത്? അല്ല, ഞാൻ തന്ത്രപൂർവ്വം ഒന്ന് ആലോചിച്ചപ്പോഴാണ് സ്വർണ്ണലതയാണ് പ്രതിയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ ഞാൻ ക്യാബിനിൽ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ചു? അല്ല, നേരിട്ടൊന്നും ചോദിച്ചില്ല, ഞാനിങ്ങനെ വളച്ചൊടിച്ച് ചോദിച്ചു. അതല്ലേ കാര്യം മനസ്സിലായത്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അവൾ കാണിച്ച തോന്നിയ അവസരം നീ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. നാളെ ഉണ്ടല്ലോ ആ സ്വർണ്ണലതയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, സ്വർണ്ണലതേ, നിന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ട, നിന്റെ താളത്തിന് തുള്ളുന്ന ഒരു കോന്നനല്ല ഞാനെന്ന്. അവൾ നാളെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അവളുടെ ഒരു കത്തും ഫോൺ വിളിയും. എന്തായാലും ഇപ്പം നിന്റെ സംശയം മാറിയല്ലോ. എനിക്കതിന് സത്യേട്ടന് നേരത്തെയും സംശയം ഇല്ലായിരുന്നല്ലോ. എനിക്കെങ്ങനെ സംശയം ഉണ്ടാവാനാ? കത്ത് എഴുതിയതും ഞാൻ, ഫോൺ ചെയ്തതും ഞാൻ. പിന്നല്ലാതെ സത്യന്റെ ഈ മുടിഞ്ഞ സംശയത്തിന് ഒരു അവസാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച പദ്ധതിയാ ഇത്. സത്യൻ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് സത്യൻ അറിയോ? സത്യന്റെ പോക്കറ്റിൽ കത്തിട്ടത് ഞാനാ. സത്യട്ടാ, സത്യന്റെ പോക്കറ്റിൽ കത്ത് കൊണ്ടിടാൻ എനിക്കല്ലാതെ വേറെ ആർക്ക് പറ്റും? പഞ്ചായത്തിൽ നിന്ന് പുതിയ സിം കാർഡ് കിട്ടിയപ്പോൾ അത് ഈ ഫോണിലിട്ടു. ഇതിന്നാ വിളിച്ചത്. സൗണ്ട് മാറ്റുന്ന ടെക്നോളജിയൊക്കെ ഇതിലുണ്ട്. ഇന്ന് രാവിലെ സത്യേട്ടൻ ഹരിദാസിന്റെ കാര്യവും പറഞ്ഞ് എന്നോട് വഴക്കിടാൻ വന്നപ്പോൾ ഈ ഐഡിയ പ്രയോഗിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സത്യേട്ടന്റെ മുന്നിൽ നിന്ന് തന്നെ ഡയൽ ചെയ്തത്. ഏതാ അടുത്ത കുരിശ്? എല്ലാത്തിനും ആവശ്യങ്ങളിലും കുരിശുണ്ട്. അർച്ചേ, നീ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരമാണ്. ഇന്നൊരു ദിവസം ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ള ആളല്ല ഞാൻ. അല്ല, സത്യന്റെ കുട്ടിക്കളി കളിക്കാനും സംശയിക്കാനുള്ള ആളല്ല ഞാനും. സത്യന്റെ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് സത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? കുടുംബജീവിതം നന്നായിട്ട് പോണെങ്കിൽ ഒരാൾക്ക് മാത്രം ബഹുമാനം പോരാ, മനസ്സിലായോ? എന്നാലും ഇത് ഇത്തിരി കടന്നു പോയ അർച്ചേ. ഞാൻ ആ സ്വർണ്ണലതയെ വിളിച്ച് നേരിട്ട് ഞാൻ ചോദിച്ചിരുന്നെങ്കിലോ എൻ്റെ മാനം പോകില്ലായിരുന്നോ? ഉറപ്പായിട്ട്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്നോട് മര്യാദയ്ക്ക് പെരുമാറിക്കോണം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത നമ്പർ ഇതിലും ഭയങ്കരമായിരിക്കും. അത് സത്യം താങ്ങില്ല. എന്തു പറയുന്നു? പോയി കടുപ്പത്തിലൊരു ചായ എടുക്കും.